ഞാനെടുത്ത ഹെൽത്ത് ഇൻഷുറൻസ് ഏതാണെന്നുള്ളത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. നിവാ ബൂപ്പയുടെ ആസ്പയർ എന്ന് പറയുന്ന ഒരു പ്ലാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിവാ ബൂപ്പ എന്നുള്ള പേര് ആദ്യമായിട്ട് കേട്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇത് എന്ത് കമ്പനിയാണ്, ഇതൊന്നും കേട്ടതേ ഇല്ലല്ലോ ഇങ്ങനെ ഒരു കമ്പനിയുടെ പേരെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ ഞാൻ അന്വേഷിച്ച് നോക്കുമ്പം നമ്മുടെ നാട്ടിലുള്ളതിൽ വെച്ചിട്ട് ഒരു നമ്പർ 1 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. എനിക്ക് ഫീൽ ചെയ്തതല്ല, ഞാനൊരു കുറച്ച് പഠനമൊക്കെ നടത്തിയപ്പം ഒരുപാട് പേരോട് ചോദിച്ചിട്ടും നേരിട്ട് ഒരുപാട് കമ്പനിയുടെ കസ്റ്റമർ കെയറിലേക്ക് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ഞാൻ മനസ്സിലാക്കി എടുത്തതാണ് ഓരോന്നിൻ്റെ പോയിന്റുകളും പിന്നെ അവരുടെ ബ്രോഷറൊക്കെ വായിച്ചിട്ടൊക്കെ മനസ്സിലാക്കി എടുത്തതാണ് നിവാ ബൂപ്പ ഈസ് എ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത്. ഇതിൻ്റെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ്. അതായത് നമ്മളൊരു ചില ഇൻഷുറൻസുകൾ എന്ന് പറയുമ്പം നമ്മളൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കണം. ഇപ്പോൾ നമ്മളൊരു ഹൃദയ സംബന്ധമായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓപ്പറേഷനോ മറ്റു കാര്യങ്ങളൊക്കെ ചുരുങ്ങിയത് എങ്ങനെയായാലും ഒരു 1-2 ലക്ഷം രൂപ നമുക്ക് ചിലവാകും. ഈ 1-2 ലക്ഷം രൂപ ഒക്കെ ചിലവാക്കാൻ നമ്മൾ ആദ്യം മറ്റുള്ളവരുടെ മുമ്പിൽ നടക്കണം. എന്നിട്ട് നമ്മൾ ഈ പൈസയൊക്കെ ഒരു കൂട്ടി ഹോസ്പിറ്റലിലെ ബില്ലൊക്കെ നമ്മൾ ആദ്യം ചെയ്യണം, നമ്മൾ സെറ്റിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ ഈ ബില്ല് ഒക്കെ പെറുക്കി കൂട്ടി നമ്മൾ ഇവർക്ക് അയച്ചു കൊടുത്ത് എന്നിട്ട് ഇവരിത് ശരിയാക്കി തരണം. പക്ഷെ നമ്മൾ എന്തിനാ, ഓൾറെഡി നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് ചേരുന്നത് എന്തിനാ, നമുക്കൊരു ബേർഡൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വീണ്ടും അതൊരു ബേർഡൻ ആക്കണ്ടല്ലോ. കാരണം ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഞാനിവിടെ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞപ്പം നമ്മളൊന്നുമില്ല, ഒരു പേപ്പർ സൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമേ വന്നുള്ളൂ. വേറെ ഒരു സിറിഞ്ചിന് പോലും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുക്കേണ്ടി വന്നിട്ടില്ല. OP ടിക്കറ്റ് എടുക്കാൻ കൊടുത്ത 300 രൂപ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ അങ്ങനെയാണ് നോക്കേണ്ടത്. ക്യാഷ്ലെസ് ട്രീറ്റ്മെൻ്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 300 രൂപ ചിലവായിട്ടുള്ളൂ. അങ്ങനെ നിങ്ങളൊരു ക്യാഷ്ലെസ് ഓപ്ഷനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിവാ ബൂപ്പയാണ് ബെറ്റർ ഓപ്ഷൻ. പിന്നെ അതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ഒട്ടുമിക്ക ഇൻഷുറൻസും പറയണത് 24 ഹവറെങ്കിലും നമ്മൾ അഡ്മിറ്റ് ആയാലേ ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ക്ലെയിം ചെയ്യാന്ന് പറയുമ്പം നമുക്ക് കമ്പനി ആ ഒരു തുക അനുവദിച്ച് തരിക. അങ്ങനെയാണെങ്കിൽ മാത്രമേ കമ്പനി ആ ഒരു തുക നമുക്ക് അനുവദിച്ച് തരുള്ളൂ. പക്ഷേ നിവാ ബൂപ്പയിലേക്ക് വരുമ്പം നമ്മൾ 2 മണിക്കൂർ നമ്മൾ ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ പോലും നമുക്ക് ആ ഒരു ക്ലെയിം ചെയ്തെടുക്കാം. പക്ഷേ ചില്ലറ നമുക്കിങ്ങനെ പനി, അതിനൊന്നും നമുക്ക് അങ്ങനെ പനിയായി കുറച്ച് നേരം അവിടെ കിടത്തി അതിനൊന്നും നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങനെ ക്ലെയിം ഒന്നും നമുക്ക് കിട്ടില്ല. 2 മണിക്കൂറാണെങ്കിൽ ക്ലെയിം കിട്ടില്ല. പക്ഷേ ഡോക്ടറോട് അഡ്മിറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ക്ലെയിം ചെയ്തെടുക്കാനും വേണ്ടി പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും നല്ലൊരു ഓപ്ഷൻ, ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വേറൊരു കമ്പനിയുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയ സമയത്ത് ഇപ്പോൾ 10 ലക്ഷം രൂപയാണ് ഞാൻ കവറേജ് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം വേറെ ഇൻഷുറൻസിലാണെങ്കിൽ ഇത് എങ്ങനെയാണ് വരുന്നത്, 10 ലക്ഷം രൂപ ആകെ കവറേജ്. ഇപ്പോൾ ഇൻ കേസ് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരികയാണെങ്കിൽ 3 പേരുടെയും ചികിത്സ ഈ 10 ലക്ഷത്തിൽ ഒതുക്കണം. പക്ഷേങ്കിൽ ഇതിനേക്കാൾ പ്രീമിയം കുറഞ്ഞ നിവാ ബൂപ്പയിലേക്ക് വരുമ്പോൾ ഞങ്ങൾ 3 പേരും ഇൻ കേസ് ഒരുമിച്ച് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വരികയാണെങ്കിലും ഓരോ വ്യക്തിക്കും ഓരോ ഇൻഡിവിജ്വലിനും ഈ 10 ലക്ഷം രൂപ വീതം കിട്ടും. നമുക്കതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പം ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ എന്തായാലും ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് വേണം. കാരണം ഇപ്പം ഹോസ്പിറ്റലിൽ പോയ സമയത്ത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പം നമുക്കറിയാം ഒരു ഹൃദയ സംബന്ധമായിട്ട് സുഖമായിട്ട് അഡ്മിറ്റ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ ഒരു ഓപ്പറേഷനിന് എത്രത്തോളം തുകയുണ്ട്, കീ ഹോൾ സർജറി ആയിട്ടും മറ്റൊക്കെ ആയിട്ട് ഒരുപാട് തുകയുടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിന് ഇനിയും ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനിതൊരു വേറൊരു വീഡിയോ ഇട്ട് തരാം. അപ്പം ബൈ.